പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരാഴ്ചവട്ടക്കാലം നമ്മുടെ ഔദ്യോഗിക വൃത്തികൾ കൃത്യമായും വിശ്വസ്തയോടും ചെയ്യുവാൻ ആരോഗ്യവും ബലവും ആയുസ്സും നൽകട്ടെ. നമ്മുടെ യാത്രകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ എന്നുവേണ്ട സമസ്ത മേഖലകളിലും ദൈവകൃപ അമിതമായി വ്യാപരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യേശുക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ മനുഷ്യാവതാരത്തിൻ്റെ അവസാന ദിനങ്ങൾ അടുത്തു എന്ന് ആത്മാവിനാൽ തിരിച്ചറിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിവിളിച്ച് അവസാന ദിനങ്ങളിലെ കാര്യങ്ങൾ പല മേഖലകളിലായി വെളിപ്പെടുത്തുന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നീ എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത്? അവരാകമാനം ചഞ്ചലിച്ചു, മാനസികമായി തളർന്നു. അങ്ങനെയുള്ളവരോട് പറയുന്ന വലിയ ഒരു സന്ദേശമാണ് 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നുള്ള വാക്കുകളോടുകൂടി ആരംഭിച്ചിട്ട് അവരോട് പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുകയാണ്. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത ഉയരത്തിലെ ദിവ്യമാകുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കൂട്ടായ്മ കൂടുന്നു, വചനം വായിക്കുന്നു, ആരാധനയിൽ മുന്നേറുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഭ്രമിക്കുന്നവരാ, കലങ്ങുന്നവരാ. നമ്മൾ കലങ്ങുവാനും ഭ്രമിക്കുവാനും വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ വേണ്ട. ഒരു ചെറിയ കാര്യം മതി, ഒരു ഫോൺ കോൾ മതി. എന്നും ചിരിക്കുന്ന ഒരാൾ ഒന്ന് ചിരിക്കാതിരുന്നാൽ മതി, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. കാരണം നമ്മുടെ ഉള്ളിൽ നിത്യമായ സമാധാനത്തിന്റെ ഉറവിടമാകുന്ന യേശു വേണ്ടവണ്ണം വസിക്കാത്തത് കൊണ്ടും ആ ദിവ്യ സമാധാനത്താൽ നാം നിറയാത്തത് കൊണ്ടുമാണ് ലോകപ്രകാരമുള്ള ചെറിയ വാക്കുകളിൽ, ചെറിയ പ്രവൃത്തികളിൽ, ചെറുതായിട്ടുള്ള പ്രതികരണങ്ങളിൽ നാം തകർന്നു പോകുന്നത്, ഭ്രമിക്കുന്നത്, ചാഞ്ചല്യപ്പെടുന്നത്, സംശയിക്കുന്നത്. എന്നാൽ ഉയരത്തിലെ ദിവ്യ സമാധാനം ആരുടെ ഉള്ളത്തിലുണ്ടോ അവരെ ഒരു വിധത്തിലും മാറ്റുവാൻ, അസ്വസ്ഥതപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്ന് ലോകം സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. ചിലർ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം പ്രാപിക്കുന്നു. ചിലർ പലവിധ നൂതന പരിപാടികളിൽ ഏർപ്പെടുന്നു. എന്നു വേണ്ട, സമാധാനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ എല്ലാ പ്രായത്തിലുള്ളവരിലും അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സമാധാന കാംക്ഷികളാകുന്നവരോട്
ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല. എന്താണ് ലോകത്തിന്റെ സമാധാനവും കർത്താവ് തരുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം? ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് നൈമിഷികമാണ്. മദ്യപിക്കുന്നവൻ അവന്റെ കെട്ടുവിടുമ്പോൾ, ഒന്ന് ഉറങ്ങുമ്പോൾ, ഒന്ന് കുളിക്കുമ്പോൾ അവന്റെ സമാധാനവും സന്തോഷവും അവൻ ആർജിച്ച അവന്റെ ലഹരിയും നഷ്ടപ്പെടുമ്പോൾ അവൻ വീണ്ടും അസ്വസ്ഥനാകുന്നു, അസമാധാനത്തിന് പാത്രീഭൂതനാകുന്നു. ചീട്ട് കളിക്കുന്നവർ, മറ്റ് പലവിധ വിനോദോപാധികളിൽ ഏർപ്പെടുന്നവർ, ഇതിന്റെയൊക്കെ ആയുസ് വെറും ചില്ലറ മണിക്കൂറുകൾ മാത്രമാണ്. ഇതൊക്കെ നമ്മിൽ നിന്നും നിത്യമായ സമാധാനം, സന്തോഷം, നമ്മുടെ ദൈവകൃപ എടുത്ത് കളയുന്നതല്ലാതെ ഒരു വിധത്തിലും, പ്രിയമുള്ളവരെ, നമ്മിൽ സന്തോഷം പൂർത്തീകരിക്കുവാൻ, സമാധാനത്തിന്റെ പൂർണ്ണതയിൽ എത്തുവാൻ സഹായിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ്, എന്താണ് നിത്യമായ സമാധാനത്തിലേക്ക് വഴി ചൂണ്ടുന്നത്? കർത്താവ് പറഞ്ഞ ഇന്നത്തെ വാഗ്ദത്ത വചനം മാത്രമാണ്. ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ദിവ്യമായ സമാധാനം. അതുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്, മനം കലങ്ങരുത്. നിങ്ങൾ എന്റെ ദിവ്യ സമാധാനം പ്രാപിക്കുന്നവരായി തീരണം. ഈ പ്രഭാതത്തിൽ ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഒരു മാസത്തിന്റെ അന്ത്യയിലേക്കും പുതുമാസത്തിന്റെ ആരംഭത്തിലേക്കും ഈ ആഴ്ച നാം പ്രവേശിക്കുകയാണ്. അനേകർ ചില വിഷയങ്ങളിൽ വ്യാകുലപ്പെടുന്നവരാ, ഭാരപ്പെടുന്നവരാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ള് നീറുന്നത്, ഭാരപ്പെടുന്നത്, വിഷമിക്കുന്നത് നിങ്ങളുടെ കൂടപ്പിറപ്പ് അറിഞ്ഞു എന്ന് വരികയില്ല. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞു എന്ന് വരികയില്ല. നിങ്ങളുടെ ഉറ്റ ചങ്ങാതി മനസ്സിലാക്കി എന്ന് വരികയില്ല. നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളെ ഉൾക്കൊണ്ടു എന്ന് വരികയില്ല. എന്നാൽ നിങ്ങളുടെ ഏതവസ്ഥയും അതുപോലെ ഉൾക്കൊള്ളുന്ന, ഒപ്പിയെടുക്കുന്ന, നിങ്ങളെ ഉള്ളതുപോലെ ഒരു സ്വർഗീയ സ്കാനിംഗ് ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം പറയുകയാ, മകനെ, മകളെ, കലങ്ങരുത്, ഭ്രമിക്കരുത്. കാരണം ഞാൻ നൽകുന്നത് ലോകം തരുന്ന പരിമിതമായ, അപക്വമായ, നൈമിഷികമായ സമാധാനമല്ല, നിത്യമായ ദിവ്യമായ സമാധാനം. വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെടുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ വിഷയം ആരോഗ്യകരമായ ഭാരങ്ങളാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ? ജോലി സംബന്ധമായ വിഷയങ്ങളാണോ? ചില പരാതികളിന്മേലുള്ള ഭാരങ്ങളാണോ? അതുമല്ല, നീതിന്യായ വ്യവസ്ഥയിൽ ചില പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുകയാണോ? എന്താണ് നിങ്ങളുടെ വിഷയം? ആ വിഷയം ഈ പകൽ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്മേൽ നീക്കുപോക്ക് തരികയും ഉയരത്തിലെ ദിവ്യ സമാധാനത്താൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഈ പുത്തൻ വർക്കിംഗ് വീക്ക് സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവ്യമായ സന്തോഷത്തിന്റെയും സ്വർഗീയ കൃപയുടെയും ആഴ്ചവട്ടമായി ആ ഉയരത്തിലെ സമാധാനത്താൽ നിങ്ങൾ നിറയുകയും നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും ഈ സ്വർഗീയ സമാധാനം പരത്തുന്നവരായി, നിങ്ങളിലൂടെ അനേകരിലേക്ക് പകരുന്നവരായി തീരുവാൻ ഇന്ന് പകൽ ഇടയാവട്ടെ. ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും ലോകത്തിന്റെ നൈമിഷിക സമാധാനമല്ല, സ്വർഗത്തിലെ ദിവ്യമാകുന്ന സമാധാനത്താൽ നിറച്ച് അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ തന്റെ വലങ്കരം പിടിച്ചു നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ലോകം തരുന്ന സമാധാനമല്ല, ഉയരത്തിലെ ദിവ്യമാകുന്ന സമാധാനത്താൽ
ഞങ്ങളെ നിറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കലുഷിതമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉയരത്തിലെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉള്ളിന്റെ ചാഞ്ചല്യം, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ, ഞങ്ങൾ കലങ്ങിപ്പോകുന്നത്, ഭ്രമിക്കുന്നത് അവിടുന്ന് വ്യക്തമായി അറിയുന്നു. ഞങ്ങളെ അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഞങ്ങളെ തന്നെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഉയരത്തിലെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിൽ കൂടെ അനേകർ ആ സമാധാനം കണ്ടെത്തുവാൻ, സമാധാനത്തിന്റെ ദാതാവാകുന്ന യേശുവിനെ രുചിച്ചറിയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട് പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയ്ക്കായി തലവണക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഉയരത്തിലെ സമാധാനം, ദിവ്യമാകുന്ന സന്തോഷം, എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിന്റെ മക്കളെ നിറച്ച് ദൈവകൃപയോടെ നടത്തണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ട് മുന്നോട്ട് പോകുവാനല്ല, വാക്യം വായിച്ച് മുൻപോട്ട് പോകുവാനുമല്ല, മറിച്ച് വ്യക്തി ജീവിതത്തിൽ പ്രാപിച്ചെടുക്കണം. മനസ്സിന്റെ അസമാധാനവും അസന്തുഷ്ടിയും അസഹിഷ്ണുതയും ഒക്കെ മാറ്റി ലോകം തരുന്ന സമാധാനമല്ല, കർത്താവ് നൽകുന്ന ഉയരത്തിലെ ദിവ്യ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബാംഗങ്ങൾ നിറയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും ഉയരത്തിലെ ദിവ്യ സമാധാനത്താൽ നിറയപ്പെട്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.